എമർജൻസിയിലേക്ക് വരാൻ 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോഴുണ്ടാവില്ലായിരുന്നു. നിങ്ങളോട് പറയാനുള്ളത് കഫ് സിറപ്പ് ആയാലും ടാബ്ലറ്റ് ആയാലും കുട്ടികൾ റീച്ച് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് സൂക്ഷിക്കണം. ആക്ച്വലി ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു 1 മന്ത് ബാക്ക് നടന്ന ഒരു 8 വയസ്സ് പ്രായമുള്ള ചെറുക്കൻ്റെ സ്റ്റോറി പറയാനാണ്. അന്ന് ഈവനിങ് അറൗണ്ട് 8 o'clock എമർജൻസിയിലേക്ക് ഒരു മധ്യവയസ്കൻ 8 വയസ്സുള്ള കുട്ടിയായിട്ട് ഓടി വരികയായിരുന്നു. ട്രയജ് ഏരിയയിലൊന്നും പോവാതെ എമർജൻസി റൂമിൻ്റെ ഉള്ളിലേക്കാണ് വന്നത്. റിസസിറ്റേഷൻ ബേ ഫുള്ളായതുകൊണ്ട് ഞങ്ങൾ കുട്ടിയെ കുറച്ച് പിന്നിലുള്ള ബെഡിലേക്കാണ് മാറ്റിയത്. പക്ഷേ ബെഡിലേക്ക് വെക്കുന്നതും ഞങ്ങൾക്ക് മനസ്സിലായി എയർവേ ത്രട്ടൻഡ് ആണ്, ലോ GCS ആണ്, കുട്ടി ഈസ് അൺറെസ്പോൺസീവ്. പൾസ് പ്രസൻ്റ് ആയിരുന്നു, 40+ ആയിരുന്നു, ഷാലോ ബ്രീത്തിങ് ആയിരുന്നു, അബ്നോർമൽ സൗണ്ട്സ് ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ എയർവേ സ്റ്റെബിലൈസ് ചെയ്ത് BMV കൊടുത്ത് റിസസിറ്റേഷൻ ബേയിലേക്ക് മാറ്റി ഇൻറ്റുബേഷനുള്ള പരിപാടികൾ എടുത്ത് ABG സാമ്പിൾ എടുത്തു. റിപ്പീറ്റഡായിട്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത് എന്താ ഹിസ്റ്ററി. അങ്കിളിന് അറിയില്ല. അങ്കിള് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ കുട്ടി ഉറങ്ങുന്നത് കണ്ടിട്ട് എഴുന്നേക്കാൻ ശ്രമിച്ചിട്ടും പെയിന് കൊടുത്തിട്ട് പോലും എഴുന്നേക്കാതായപ്പോഴാണ് പെട്ടെന്ന് എമർജൻസിയിലേക്ക് കൊണ്ടുവന്നത്. അമ്മ പറയുന്നു ആഫ്റ്റർനൂൺ തൊട്ട് കുട്ടി ഉറക്കത്തിലാണ്, വിളിക്കുമ്പോൾ ആഫ്റ്റർനൂൺ എഴുന്നേക്കുമായിരുന്നു, പക്ഷേ വീണ്ടും ഉറങ്ങും. ഈവനിങ് ആയപ്പോൾ കുട്ടി ശബ്ദം വരുന്നുണ്ട്, പക്ഷേങ്കിൽ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. 7 മണിയായതോടുകൂടി തീരെ എഴുന്നേക്കാതായി. ഞങ്ങളുടെ ABG വന്നപ്പോൾ സിവിയർ ആയിട്ടുള്ള മെറ്റമോളിക് അസിഡോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്, ലാക്റ്റിക് അസിഡോസിസ്, pH 6.9 ആയിരുന്നു, PCO2 70 എബോവ് ആയിരുന്നു, ബൈകാർബ് 10ഉം ലാക്റ്റേറ്റ് 9 ആയിരുന്നു. എനിവേ അവരുടെ ഇൻറ്റുബേഷൻ്റെ കൺസെൻറ്റ് എടുത്ത് ഉടൻ തന്നെ ഇൻറ്റുബേറ്റ് ചെയ്ത് എയർവേ സ്റ്റെബിലൈസ് ചെയ്തു, വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്തു, ഇനീഷ്യൽ മാനേജ്മെൻറ്റ് കൊടുത്ത് പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഹിസ്റ്ററി പ്രോപ്പറായിട്ട് എടുക്കാൻ പാരൻസിനെ കൗൺസിലിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. റിപ്പീറ്റഡായിട്ട് ആസ്ക് ചെയ്തു, വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു. അങ്ങനെ അപ്പോഴാണ് അവിടെയുള്ള മുത്തശ്ശി പറയുന്നത് അവിടെയുള്ള കഫ് സിറപ്പിൻ്റെ ബോട്ടിൽ empty ആണെന്ന്. ആക്ച്വലി 1 day ബാക്ക് കുട്ടിക്ക് ചെറിയ ചുമ ഉണ്ടായപ്പോൾ അമ്മൂമ്മയ്ക്കുള്ള കഫ് സിറപ്പിൽ നിന്ന് ഒരു 2 ml അമ്മൂമ്മ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ വീണ്ടും ചുമ ഉണ്ടായപ്പോൾ കുട്ടി ഡയറക്റ്റ് അമ്മൂമ്മയോട് ചോദിക്കാതെ ആ കഫ് സിറപ്പ് എടുത്ത് മുഴുവനായിട്ട് കുടിച്ചു. അതിന് ശേഷമാണ് കിടന്നത്. കഫ് സിറപ്പിൻ്റെ കണ്ടന്റ് ഡെക്സ്ട്രോമെതോഫിനും ക്ലോർഫിനർവിൻ മാലേറ്റും ആയിരുന്നു. ഓവർഡോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കാനും സെഡേഷൻ ഉണ്ടാക്കാനും ഇത് ധാരാളം. അങ്ങനെയാണ് ആ കുട്ടി മയക്കത്തിലേക്ക് പോവുകയും റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവുകയും ഇത്തരം കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ചെയ്തത്. എമർജൻസിയിലേക്ക് വരാൻ 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോഴുണ്ടാവില്ലായിരുന്നു. ഓക്സിജൻ ലെവൽ 30% റൂം എയറിൽ എമർജൻസിയിൽ വന്നപ്പോൾ. എനിവേ പേഷ്യൻറ്റിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു, 2 days ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. 3rd day ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പോകുന്നതിന് മുമ്പിട്ട് പാരൻസ് എമർജൻസിയിൽ വന്ന് താങ്ക്സ് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം ലാസ്റ്റ് ഒരു മന്തിനുള്ളിൽ ഞങ്ങളുടെ എമർജൻസിയിൽ ആൾമോസ്റ്റ് 3 കുട്ടികൾ ഇങ്ങനെ ഡ്രഗ് ഓവർഡോസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, 8 വയസ്സ് താഴെയുള്ള കുട്ടികളുള്ള ഏതൊരു വീട്ടുകാരും വീട്ടിലെ ടാബ്ലറ്റ്സ്, കഫ് സിറപ്പുകൾ, ഫിനോള്, ഡൊമെക്സ് അങ്ങനെയുള്ള എല്ലാ ലിക്വിഡ് ഐറ്റംസും അവർക്ക് കയ്യെത്തും ദൂരത്ത് വെക്കാതിരിക്കുക. മുകളിൽ അവർക്ക് എത്താത്ത സ്ഥലങ്ങളിൽ വെക്കുക, അല്ലെങ്കിൽ കബോർഡിൽ വെച്ച് മരുന്നുകളൊക്കെ കബോർഡിൽ വെച്ച് ലോക്ക് ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടി മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലെത്തി എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുക്കേണ്ടതാണ്. വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഈ കുട്ടി ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവനെ ലോസ്റ്റ് ആയേനെ. താങ്ക് യു.